SJ ടേസ്റ്റി ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ്. എല്ലാവരും വീടുകളിൽ മേടിക്കുന്നത് ഈസ്റ്റേണിൻ്റെ എല്ലാം സാമ്പാർ പൊടി ആണ്. നമുക്ക് തന്നെ വീട്ടിൽ സാമ്പാർ പൊടി ഉണ്ടാക്കിയെടുക്കുക. അതെങ്ങനെയെന്ന് നോക്കാം. ഞാൻ 2 സ്പൂൺ തുവരപ്പരിപ്പ്, 2 സ്പൂൺ ഉഴുന്ന്, 2 സ്പൂൺ ഉലുവ, 2 സ്പൂൺ വലിയ മല്ലി, 2 സ്പൂൺ കുത്തരി. അത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചേർക്കണതിന്. നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു 8-10 കൊല്ലമുളക്, ഇച്ചിരി കറിവേപ്പില. കടകളിൽ മേടിക്കുന്ന പോലെ തന്നെ സാമ്പാർ പരിപ്പ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇത്രയും സാധനം വേണ്ടത്. പിന്നെ വറുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഇത്തിരി കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കാം. ഇത് പൊടിച്ചെടുക്കണം. ആദ്യം വറക്കാം. ആദ്യം നമുക്ക് മുളകും അരിയും കൂടെ ആദ്യം വറുത്തെടുക്കുക. എന്നിട്ട് ബാക്കി സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം. ഇനി ആദ്യം നമുക്ക് അരി ഇടാം. മുളക്, കൊല്ലമുളക് 8 എണ്ണം, മുഴുവൻ മല്ലി ഇടുക. ഇനി തുവരപ്പരിപ്പ് ഇടുക, ഉഴുന്ന് പരിപ്പിടുക, കറിവേപ്പില. ഇനി എല്ലാം കൂടി ഇട്ട് നല്ല മൂക്കി വറുത്തെടുക്കണം. നേരെ ചൂടോടെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മളുണ്ടാക്കിയ സാമ്പാർ പൊടി റെഡിയാണ്. എല്ലാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പോൾ സാമ്പാർ പൊടിയുടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ എരിവ് ഞാൻ പറഞ്ഞു, ഞാൻ 8 പച്ചമുളക് എടുത്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കായം ഉണ്ടെങ്കിൽ കായം ഇടാം. എൻ്റെ ഇപ്പോൾ കായം ഇല്ല, അപ്പോൾ ഞാൻ കായപ്പൊടി ഇടുന്നത്. കുറച്ച് കായപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ല ആറിയതിന് ശേഷം ടിന്നിൽ അടച്ച് വെച്ചാൽ മതി. നല്ല സ്വാദിഷ്ടമായ സാമ്പാർ പൊടി ഇവിടെ റെഡിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ സാമ്പാർ പൊടി തീർന്നു പോയാലും നമുക്ക് കടയിൽ പോകാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചാൽ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല മണവും രുചിയൊക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും ഇതാണ് ഉപയോഗിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നേക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക, ബെല്ലൈക്കൻ നിൽക്കുക.